നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ മകയിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവക്കൂറിലാണ്. ഇടവക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ 18-ാം തീയതിക്ക് ശേഷം മാളവ്യയോഗം ചെയ്ത് ലഗ്നത്തിൽ ശുക്രൻ വരുന്നത് കാരണം കൊണ്ട് ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ മാസത്തേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. കാരണം ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെയുള്ള മാറ്റങ്ങൾ വരാനും ഇതുവരെ സ്ഥിരമായിട്ട് ഔഷധം സേവിച്ചുകൊണ്ടിരുന്നവർക്ക് അത് നിർത്തി രോഗം മാറി മരുന്ന് നിർത്താനൊക്കെ സാധിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായി വരുന്നത് കാരണം കൊണ്ട് തന്നെ അവനവൻ്റെ വാക്കിന് വിലയുണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന അനുകൂലാവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്യാനായിട്ട് യോഗമുണ്ട്. എങ്കിലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യത, ഞരമ്പ് സംബന്ധമായിട്ടുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഉള്ള രോഗങ്ങൾ കുറച്ചുകൂടി നീണ്ടു നിൽക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ദൈവാധീനത്തിൻ്റേതായിരിക്കുന്ന ഒരു ഗുണം പറയാൻ വയ്യ. കാരണം കണ്ടകശനിയുടേതായിരിക്കുന്ന ഒരു ദോഷം കൂടിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ധനനഷ്ടം ഉണ്ടാകുക, പ്രവാസം ഉണ്ടാകുക, ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുക, ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കുക, ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനാണ് സാധ്യതയെങ്കിലും കഴിഞ്ഞ മാസത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം. അത് കാരണം കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് നല്ല ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട്, ഭാര്യാഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്നു ചേരാനായിട്ടും, മനസ്സിന് ഇഷ്ടപ്പെട്ട ബന്ധം വന്നു ചേരാനായിട്ടും, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ടും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പറയണം. കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷത്തിന് പരിഹാരം ചെയ്യണം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് 12-ലാണ് വ്യാഴം. അപ്പോൾ സർവാഭിഷ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചത് കൊണ്ട് നല്ല ദൈവാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 12-ലേക്ക് വ്യാഴം മാറിക്കഴിഞ്ഞപ്പോൾ 12-ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം കൊണ്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂല അവസ്ഥയാണ്. വീട്ടിൽ നിൽക്കുന്നവർക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം, എടുത്തുചാട്ടം, വിപരീത സ്വഭാവം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുകയും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുത്താതെ ഇരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകാൻ എന്ന സാധ്യതയുണ്ട്. കാരണം ശത്രു സ്ഥാനാധിപതി കർമ്മസ്ഥാനത്താണ്. അപ്പം കർമ്മത്തിൽ ശത്രു സ്ഥാനാധിപതി രാഹുവിനോട് യോഗം ചെയ്ത് 2 പാപഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്ത് വന്ന കാരണം കൊണ്ട് കർമ്മവിഹിതർ എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ട് വെറുതെ ഇരിക്കാൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ചെറിയ കാര്യങ്ങൾക്കൊന്നും പിടിവാശി കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുത്താതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അത് കാരണം കൊണ്ട് ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. വീട് വിട്ടു നിന്നിട്ട് തൊഴിലെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഉള്ള തൊഴിൽ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് 7-ാം ഭാവാധിപതി 12 നിൽക്കുന്നതാണ്. ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയും അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നല്ല പരിഹാരങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും, ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ കണ്ട് ഈ മാസത്തിലോട്ട് പോകാനായിട്ട് സാധിക്കും. നല്ല പ്രാർത്ഥനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.